ഞാൻ കത്തോട്ട് കൂടി. ജോഷി, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ടോക്കൺ വാങ്ങി പോയിക്കോളാൻ. എടാ അതെങ്ങനെയാണ് ശരിയാവണത്? അത് മര്യാദയല്ലല്ലോ. നമ്മ സംസാരിച്ചാണ് കാര്യം, നമ്മ സംസാരിച്ചാണ്. ശനിയാഴ്ച എന്റെ പറഞ്ഞാണല്ലോ സ്ഥലം ഇപ്പൊ കൊടുക്കണെന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങാട്ട് കയറി വന്നേന്ന്? നീ എന്റെ ഫോൺ എടുത്ത് നോക്ക്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോണിന്റെ കാര്യം വിട്. നീ എന്തിനാ പാതിരാത്രിക്ക് ആളെയും കൂടി വീട്ടിലോട്ട് കയറി വന്നത്? ജന്താ ഒരുമാതിരി ഗുണ്ടാളോട് സംസാരിക്കണ പോലെ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോ വീട്ടിൽ കയറ്റി ചായയൊക്കെ തന്നീനല്ലോ. ഇപ്പൊ എന്താ പറ്റിയ കാര്യം വിട്. രാത്രി വന്ന സ്ഥിതിക്ക് ടോക്കൺ വാങ്ങിയ പടിയായിക്കോ. ഇന്ത്യന്ന് ടോക്കൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാർക്കും മറിച്ച് കൊടുക്കൂല ചന്ദ്ര. അതല്ല അപ്പൊ ഞാനും പറഞ്ഞത്, ആർക്കും കൊടുക്കണെന്ന്. മാറ ജോഷി, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇമാതിരി സാധനോട്ടിന് വീട്ടിൽ കയറി വരാൻ നിൽക്കട്ടാ. 7 കോടി വന്നപ്പോ പറഞ്ഞാലും മനസ്സിലാവില്ല. 8 കോടി. ഞാൻ സംസാരിക്കാം. ചന്ദ്രൻ നീ 50,000 ചോദിച്ചപ്പോ സാർ 5 ലക്ഷം ടോക്കൺ ആയിട്ട് 5 ലക്ഷം പോയെന്ന് കൂട്ടിക്കോ. അവൻ എന്റെ ഉമ്മാക്ക് വിളിച്ചടാ പന്നി. അവന്മാര് ഒന്ന് വില പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് നാട്ടില് വേറെ കള്ളപ്പണക്കാര്. 6 കള്ളപ്പണക്കാരൻ 6 കോടി വൈറ്റായിട്ട് തരാനില്ല ഞാൻ പറഞ്ഞത്. വൈറ്റും ബ്ലാക്കും ചന്ദ്രൻ നീ പറയണേ സാറേ. സാർ വെറുതെ പണിയുണ്ടാക്കരുത്. പറയണേ സാർ വന്നേന്ന് വേറെ സീനാവുന്നു. സാർ വന്നേത് വേറെ സീനാവും. ഇങ്ങോട്ട് വന്നേ സാർ. ഞാൻ സംസാരിച്ചോളാന്ന് സാർ. ഞാനല്ലേ പറയണേ സാർ. സാർ പോയേ സാർ. സാർ പോ.